മുണ്ടക്കയിൽ നിന്ന് സിജു കണ്ണൻ കൂടെ ചേരുന്നുണ്ട് ബുള്ളറ്റിനൊപ്പം തത്സമയം. സിജു, ഇന്ന് 7ാം ദിനമാണ് ദൗത്യം പുനരാരംഭിക്കുന്നത്. വലിയ രീതിയിലുള്ള കാര്യക്ഷമമായ തിരച്ചിൽ ഇന്നും തുടരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ട സ്ഥലത്ത് വെച്ചായിരുന്നു, അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ആഴത്തിൽ മണ്ണിളക്കിയുള്ള തിരച്ചിൽ. ഇന്നും അതേ തരത്തിലുള്ള രക്ഷാപ്രവർത്തന നടപടികൾ തന്നെയായിരിക്കും പുരോഗമിക്കുക. ഒപ്പം ഇന്നൊരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, അതിനാൽ തന്നെ വലിയ രീതിയിൽ ആളുകൾ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇന്ന് അവിടേക്കുള്ള ആളുകളുടെ രക്ഷാപ്രവർത്തകരുടെ അടക്കം എണ്ണം നിയന്ത്രിച്ചിട്ടുണ്ട്. 1500 പേരായിരിക്കും ഒരേ സമയം ദൗത്യ സംഘത്തിലുണ്ടാവുക, ദുരന്ത മേഖലയിലുണ്ടാവുക. ഒപ്പം ഇന്ന് വയനാട്ടിലെ ഈ ദുരിതബാധിത സ്കൂളുകളടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വയനാട് ജില്ലയിലെ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ കൂടി ഇന്നത്തെ തെരച്ചിലിൻ്റെ അടക്കം. വിനിഷ, മുണ്ടക്കൈയിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിലേക്ക് എത്തിയത്. ചൂരൽമലയിൽ നിന്ന് നടന്നാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. അതിനുശേഷം ഇന്നത്തെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. സൈന്യം, അതോടൊപ്പം തന്നെ NDRF, SDRF സംഘങ്ങൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് ആ പരിശോധന നടത്തുന്നത്. നേരത്തെ ഇന്ന് ഈ പ്രദേശത്ത് റഡാർ പരിശോധന നടത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ പരിശോധന ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പ്രധാനമായും ചൂരൽമല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും നടക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായി ഇതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. രാവിലെ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സിഗ്നൽ ലഭിച്ച ഈ ഒരു വീടിരിക്കുന്ന പ്രദേശത്ത് പരിശോധന നടത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ ഭാഗത്ത് പരിശോധന ഉണ്ടാകില്ലെന്നാണ് റിട്ടയർഡ് മേജർ ഇന്ദ്രാബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധന ചൂരൽമലയിലേക്കായിരിക്കും പ്രധാനമായും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ നിരവധി വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ്. ഈ ഉരുൾപൊട്ടലിന്റെ ഒരു ശക്തിയിൽ ആ പ്രദേശത്തെ വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോവുകയോ തകർന്ന് വീഴുകയോ ചെയ്തിട്ടുണ്ട്. ആ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് നടത്തിയിരുന്നത്. ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കിയതിനു ശേഷം പൂർണ്ണമായും ആ ഭാഗം ക്ലിയർ ചെയ്ത് പോയി പിന്നീട് മറ്റ് ഭാഗങ്ങളിലേക്ക് പരിശോധന നടത്തുന്ന ഒരു രീതിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തകർ വിവിധ സംഘങ്ങളായി ആ പ്രദേശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ആ പരിശോധന നടക്കുന്നത്. ഇപ്പോൾ ഈ മുണ്ടക്കൈയുടെ ഒരു പ്രധാന ജംഗ്ഷനാണിത്. ഒരു ചെറിയൊരു കവലയാണ്. ചെറിയൊരു വ്യാപാര സ്ഥാപനങ്ങളും ഒരു മസ്ജിദും ഒരു ക്രിസ്ത്യൻ പള്ളിയുമുള്ള ഒരു പ്രദേശമാണ്. അതിന് ചുറ്റുമായി നിരവധി വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ്. ഇപ്പോൾ ഈ കാണുന്നത് പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക് പോകുന്ന ഒരു ചെറിയൊരു റോഡാണ്. അതുവഴിയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ നടന്ന് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ റോഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതുവഴി യാത്ര ചെയ്ത് പോകാൻ കഴിയാത്ത നിലയിലേക്ക് റോഡ് തകർന്നിട്ടുണ്ട്. ഈ റോഡിൻ്റെ മുകൾ ഭാഗത്തായി നിരവധി വീടുകളുണ്ടായിരുന്നു. അതോടൊപ്പം റോഡിൻ്റെ താഴെ ഭാഗത്ത് പുഴയുടെ വശങ്ങളിലായി നിരവധി വീടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ 30ലധികം വീടുകൾ ഈ ഭാഗത്തായി ഉണ്ടായിരുന്നു. മുണ്ടക്കൈ ഭാഗത്ത് മാത്രം 30ലധികം വീടുകൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്, ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്, ഒഴുകിപ്പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ആ വീടുകളിരുന്ന സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. സൈന്യം, അതോടൊപ്പം തന്നെ NDRF, SDRF സംഘങ്ങളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം തന്നെ പരിശോധന നടത്തുന്നത്. ഇന്ന് ഈ പ്രദേശത്തേക്ക് പരിശോധനയ്ക്കായി വരുന്നതിന്, രക്ഷാപ്രവർത്തനത്തിനായി വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ആളുകൾ എത്തിയിരുന്നു. രക്ഷാപ്രവർത്തനം വളരെ സുഗമമായി നടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആളുകളുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 1500ഓളം ആളുകളായിരിക്കും ഈ ഭാഗത്ത് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ ഉപസമിതി എത്തി പ്രദേശത്ത് റഡാർ സർവേ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. കാരണം ചെളിയും മണ്ണും കല്ലുകളും മരങ്ങളുമെല്ലാം തന്നെ വ്യാപകമായി ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഇരുവശങ്ങളിലും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഒരു ആഴം വ്യാപ്തി മനസ്സിലാക്കിയാൽ മാത്രമേ തുടർ പരിശോധനകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം പരിശോധനകൾ കൂടി നടത്തിക്കൊണ്ട്
കൃത്യമായും ഈ ഭാഗത്തെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണിൻ്റെയും ചെളിയുടെയും ഒരു വ്യാപ്തി മനസ്സിലാക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് പ്രദേശം വീക്ഷിക്കുകയാണ്. ഏതൊക്കെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഈ മുണ്ടക്കൈ ഭാഗത്ത് നടക്കുന്നു. ഇതിന് സമാന്തരമായി തന്നെ പുഞ്ചിരിമട്ടത്തേക്ക് മറ്റൊരു വിഭാഗം ആളുകൾ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഭാഗത്താണ് മണ്ണുകൾ വ്യാപകമായി നീക്കം ചെയ്യാനുള്ളത്, അതിൻ്റെ എത്രത്തോളം നീളത്തിൽ ഇത് മണ്ണ് കൂടിക്കിടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആ മണ്ണിൻ്റെ ആഴം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്.